നമ്മൾ മുന്നിലിരിക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണിമ ചിമ്മുന്നത് പോലും നോക്കിയിരിക്കുന്ന ഒരാൾ, നമ്മുടെ ഓരോ ചലനങ്ങളും ഒരുപാട് ശ്രദ്ധയോടെ നോക്കിയിരിക്കുന്ന ഒരാൾ, അല്ലെ നമുക്ക് അത്രയേറെ പ്രിയപ്പെട്ടതാണെന്ന് നമുക്ക് മനസ്സുകൊണ്ട് അറിയാവുന്ന ഒരാൾ, അങ്ങനെയൊക്കെയുള്ള ഒരാളല്ല ശരിക്കും നമ്മളെയൊക്കെ ശരിക്കും സ്നേഹിക്കുന്നു, ഈ ലോകത്തേക്കും ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നു എന്നൊക്കെ പറയുന്നത് നമ്മള്. അല്ല, നമ്മൾ ഒരുപാട് അറ്റൻഷൻ അങ്ങോട്ട് കൊടുത്തിട്ട് നമുക്ക് ഇങ്ങോട്ട് അത്രയും പകുതിക്ക് പോലും ഇങ്ങോട്ട് തരാത്ത ഒരാളെയാണോ? ചിന്തിച്ചു നോക്കിയേ. അപ്പൊ നമ്മൾ എപ്പോഴും സ്നേഹം സെൽഫിഷ് ആയിട്ടാണ്. ഞാൻ എല്ലായിടത്തും പറഞ്ഞൊരു സംഭവമാണ്, സെൽഫിഷ് ആണ് സ്നേഹം, സെൽഫിഷ്നെസ് അല്ലാത്ത സ്നേഹം ഇല്ല. അപ്പം അത്രയേറെ സ്നേഹിക്കുന്ന ഒരാള് നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഇപ്പം ഉണ്ടോ എന്ന് നിങ്ങൾ ചിന്തിച്ചോളൂ. അല്ലെ ഓൾറെഡി നിങ്ങൾ ഇപ്പം ഒരു ആളുമായിട്ട് കമ്മിറ്റഡ് ആണ്, റിലേഷൻ ആണ് എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുന്ന സമയത്ത് അത്രയേറെ പവർഫുൾ ആയിട്ട് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് നിങ്ങളും ചിന്തിച്ചു. അതോ നിങ്ങളുടെ മനസ്സിൽ വേറെ എന്തെങ്കിലും ഒരു മുള്ളു കൊള്ളുന്നുണ്ടോ? നിങ്ങൾക്ക് ഒരുപാട് സ്നേഹം തന്നിട്ടും നിങ്ങൾക്ക് മനസ്സുകൊണ്ട് അത്രയേറെ നിങ്ങൾക്ക് മനസ്സിലാക്കാതെ പോയാലാണ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അങ്ങനെ ചിന്തിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ, നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയേക്കുന്ന ഈ സ്നേഹം ഒന്നും സ്നേഹമല്ല. അത്രയേറെ പവർഫുൾ ആയിട്ട് നിങ്ങളുടെ മനസ്സിൽ ഒരാൾ മുള്ളു തറയ്ക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ യഥാർത്ഥ പ്രണയം ഇപ്പോഴുള്ളതല്ല. ചിന്തിച്ചോ. അപ്പൊ ഏറ്റവും കൂടുതൽ അങ്ങനെയുള്ള ആൾക്കാരെ വിഷമിപ്പിക്കുമ്പോഴാണ് നിങ്ങൾക്ക് അതിന്റെ കർമ്മ ബേസ് ചെയ്തുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവുന്നതും. വരുന്ന സിറ്റുവേഷൻസ് എല്ലാം നിങ്ങൾ അതിനെ തരണം ചെയ്യാൻ മാക്സിമം എഫോർട്ട് നിങ്ങളുടെ ജീവിതത്തിൽ കൊടുക്കേണ്ടി വരുന്നു. ചിന്തിച്ചു നോക്കും. പല പ്രണയബന്ധങ്ങളും പൊട്ടിപ്പോകുന്നതിന്റെ മെയിൻ കാരണം യഥാർത്ഥ റിലേഷൻസ് തെരഞ്ഞെടുക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെയാണ്. അപ്പം സമയമുള്ള സമയത്ത് കറക്റ്റ് ആയിട്ടുള്ള ടൈമിൽ തെരഞ്ഞെടുക്കാൻ പഠിക്കുമ്പോഴാണ് യഥാർത്ഥ പ്രണയം നമ്മുടെ ലൈഫ് ലോങ് ആയിട്ട് മാറുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ടൈം പാസ്, ആ ഒരു സന്തോഷവും സുഖവും ഒക്കെ നിമിഷം കൊണ്ട് മാഞ്ഞു പോവുകയും ചെയ്യും. പിന്നെ നിങ്ങളുടെ ജീവിതകാലം മൊത്തവും നിങ്ങൾക്ക് അതിനു വേണ്ടി വേദനിക്കേണ്ടി വരും. ചിന്തിച്ചു നോക്കും.